ഭർത്താവിനെയും എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും എനിക്ക് നീ കൺകുളിർമയുള്ളവരാക്കി തരണേ എന്ന് വിശുദ്ധ ഖുർആൻ ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് എതിരാകുന്ന ഒരു സമയത്തിൽ അതിന് നമ്മൾ എന്ത് വേണം? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാത്രം നന്നായി പോലെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സതുപദേശം ചെയ്തുകൊണ്ട് എപ്പോഴും ഉപദേശിക്കണം. നമ്മൾ എല്ലാ സമയത്തും നമ്മളിപ്പോ എത്ര ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ യാതൊരു കാര്യം ഞാനിപ്പോ രാവിലെ ചെറുപ്പന്റെ മോളോട് തട്ടിടാനായിട്ട് നിർബന്ധിച്ചൊക്കെ വിടും. പക്ഷെ ആ വിചാരിതമായിട്ട് സ്കൂളിൽ കണ്ടുമുട്ടിയാൽ ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ കണ്ടുമുട്ടിയാൽ തട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ മക്കളത് മാത്രമല്ല, എല്ലാ മക്കളുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എത്ര ഒരുക്കി അയച്ചിട്ടും അവരൊക്കെ കൂട്ടുകൂടുമ്പോ നമ്മൾ ദുആ ചെയ്യും, പഠിച്ചോനെ ഇവരെ കൊണ്ട് നീ പ്രയാസമായി പോകരുത്. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ജനങ്ങളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, ഓ വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ആളുകൾ മാത്രമല്ല, അതിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നരകത്തെ തൊട്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മക്കളുടെ ശരീരവും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ അഖിലകാരുടെ ശരീരവും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ദുആ ചെയ്യുന്ന പോലെ നരകത്തെ തൊട്ട് നീ കാക്കണേ, സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞ പോരാ, നമ്മുടെ കുടുംബത്തെയും അതിന്റെ അഖിലകാരാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എപ്പോഴും ഉപദേശങ്ങൾ ചെയ്തു കൊടുക്കുക, നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. കശവിശയില്ലാത്ത ഒരു കുടുംബമായി, പിണക്കമില്ലാത്ത എങ്കിലും അനിവാര്യമായ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് നീണ്ടുപോകാതെ വീണ്ടും സൗഹാർദ്ദപരമായി ജീവിച്ച് മക്കളോടൊപ്പം ഭാര്യമാരോടൊപ്പം അല്പസമയമെങ്കിലും വർത്തമാനം പറയാൻ നമ്മൾ കണ്ടെത്തണം. ഞാൻ രാത്രി ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്,